നമസ്കാരം. ഇന്ന് ക്ലാസ്സിൽ പല പല രീതിയിൽ ഒരു ചർച്ച വന്നപ്പോൾ എല്ലാം കൂടി ഉൾക്കൊള്ളാൻ ഒരു പോയിന്റിൽ എത്തിച്ചേരാൻ ചിലപ്പോൾ ചിലർക്ക് സാധ്യമായിരുന്നില്ല എന്നത് വരാം. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ ക്ലാസ്സുകളിൽ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വരുമ്പോൾ ആ വഴിയെ നടന്നു പോയി നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ വ്യക്തത ആ പറഞ്ഞു തന്നത് കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് അങ്ങനെയാണ് ഈ തത്വബോധം വ്യക്തമാകുന്നതും. അല്ലാതെ ഒരടിക്ക് ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് മാത്രം കാര്യങ്ങളുടെ വ്യക്തത വന്നുകൊള്ളണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തതയിൽ വീണ്ടും അപൂർണത വരുന്നതും. അതുകൊണ്ട് വീണ്ടും ശ്രവണം തന്നെയാണ് മുഖ്യ സാധനയായിട്ട് ഉള്ളത്. ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവിച്ചതിനെ നമ്മളെ ആത്മനിഷ്ഠമായി തന്നെ, അതായത് എൻ്റെ തത്വമായി തന്നെ, എൻ്റെ സ്വരൂപമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ മനനം ചെയ്ത് അതിൽ ദർശനത്തിലേക്ക്, അതിൻ്റെ വ്യക്തതയിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ജ്ഞാനത്തിൻ്റെ നിത്യ അപരോക്ഷത, അറിവിൻ്റെ നിത്യ അപരോക്ഷതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് രണ്ട് വാക്കുകൾ ഒന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അറിവ് എപ്പോഴും നമുക്ക് അപരോക്ഷമാണ്. ഇപ്പോൾ പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ കേട്ടു, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി, പക്ഷേ നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ അത് പ്രത്യക്ഷമായിട്ട് കണ്ടില്ല, നമ്മൾ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആനയെക്കുറിച്ച് ഒരു കുട്ടി കേൾക്കുന്നു. ആദ്യം ആന എന്നുള്ളത് കേൾക്കുന്നു. ആന ഇങ്ങനെയുണ്ട്, 4 കാലാണ്, കറുത്ത നിറമാണ്, കരയിൽ വലിയ ജീവിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന, ആ കുട്ടിക്കുണ്ടാകുന്ന അറിവ് അത് പരോക്ഷമാണ്, കണ്ടിട്ടില്ല അതുവരെ. കാണുമ്പോൾ അത് അപരോക്ഷമായി, ഇതാണല്ലേ ആന എന്ന്, അത് അപരോക്ഷം. ഈ രണ്ട് സ്ഥിതി ആത്മാവിലില്ല എന്നതാണ്, നമ്മുടെ സ്വരൂപത്തിലില്ല. ഒരിക്കൽ അതിനെക്കുറിച്ച് അറിഞ്ഞു, ഇനി അതിനെ അപരോക്ഷമായിട്ട് അറിയുക, അങ്ങനെയില്ല. കാരണം ഇത് മറ്റുള്ള വസ്തുക്കൾ എന്നിൽ നിന്നും ഭിന്നമായതുകൊണ്ടാണ് ഞാൻ അതിനെ അപരോക്ഷമായി അറിയുന്നത്, അല്ലേ? ഒരു വിഷയമായിട്ട് അതിനെ അറിയുന്നവനുണ്ട്, അവിടെ അറിയപ്പെടുന്ന വസ്തുവുണ്ട്. പക്ഷേ ആത്മതത്വം എന്നത് എൻ്റെ സ്വരൂപമായിരിക്കെ, ഞാനായിരിക്കെ, എന്നെ തന്നെ ഞാൻ എങ്ങനെ അറിയും? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിരുന്നത്, എൻ്റെ തോളിൽ തന്നെ ഞാൻ എങ്ങനെ കയറും? മറ്റൊരാളുടെ തോളിൽ കയറാം, എൻ്റെ തോളിൽ തന്നെ ഞാൻ എങ്ങനെ കയറും എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പം എന്നെ അറിയുക എന്നുള്ളത് അത് അറിവായിരിക്കും. അപ്പോൾ അറിയാതിരിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ഇത്രയും പരിശ്രമങ്ങളൊക്കെ, ശാസ്ത്രവും ഗുരുവും ആത്മീയതയും എല്ലാം? പക്ഷെ അറിയാതിരിക്കുന്നില്ല, സത്യം എന്നും അറിവായി നിൽക്കുന്നു. അപ്പം അറിവ് എന്നുള്ളത് നിത്യ അപരോക്ഷമാണ്. ഈ പരോക്ഷ അപരോക്ഷ വ്യത്യാസങ്ങൾ വസ്തുവിഷയ ജ്ഞാനത്തിലാണ്, വസ്തുക്കളെ അറിയുമ്പോഴാണുള്ളത്. ഇപ്പം ആനയെ അറിഞ്ഞില്ല, ആദ്യം കണ്ടില്ല, അതിനെക്കുറിച്ച് കേട്ടു, അത് പരോക്ഷമായ അറിവായി. ആനയെ കണ്ടു, അത് അപരോക്ഷമായ അറിവായി. ആ അറിവിൽ പോലും, വിഷയങ്ങളുടെ അറിവിൽ പോലും, ഇപ്പോൾ ഞാൻ ആനയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു അറിവുണ്ടാകുന്നുണ്ടല്ലോ ഉള്ളിൽ. ആ അറിവ് എന്നുള്ളത് നോക്കുമ്പോൾ ആ അറിവ് അപരോക്ഷം തന്നെ അല്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അറിയുന്നത്, അത് ഉണ്ട് തന്നെയല്ലേ അറിയുന്നത്. അറിവിന് നിലനിൽക്കുന്നില്ലേ അവിടെ? അറിവ് എന്നുള്ളത് നിലനിൽക്കുന്നില്ലേ? ആ അറിവിനെ അറിയുന്നില്ലേ? അറിവായിട്ടല്ലേ നിൽക്കുന്നത്. ആ അറിവ് ഞാൻ അറിഞ്ഞില്ല എന്നുണ്ടോ? ഞാൻ ആനയെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുണ്ടോ? ഇല്ല, അറിവായിട്ടല്ലേ നിൽക്കുന്നത്. ആ വിഷയത്തെ കണ്ടില്ല, അറിഞ്ഞില്ല, ശരി. പക്ഷെ അറിവ് എന്നുള്ള ആ തലത്തില് അറിവ് അപരോക്ഷമായ അറിവ് തന്നെയാണത്. ആനയെ കാണുമ്പോഴോ അപ്പോഴും അറിവ് എന്നുള്ളത് അപരോക്ഷമായിട്ട് തന്നെയാണ്. ആന എന്നുള്ളത് അപരോക്ഷം. അവിടെ എന്താ ഉണ്ടായിരിക്കുന്ന ആ അറിവില് വിഷയങ്ങൾ ആദ്യം വന്നപ്പോൾ ആന ഉണ്ടായിരുന്നില്ല, ആ അറിവില് നേരിട്ട് പ്രത്യക്ഷമായി, ഇവിടെ പ്രത്യക്ഷമായി വന്നു എന്ന് മാത്രം. പക്ഷെ അറിവ് എന്നുള്ളത് നിത്യം അപരോക്ഷമാണ്. അതാണ് ഈ ആത്മാവ് നിത്യം ചിത്തായിരിക്കും, നിത്യ ചിത്തായിരിക്കുന്നു, സത്തായും ചിത്തായും. സത്തും ചിത്തും, ഉണ്മ ഉണ്ട് എന്നുള്ള അവസ്ഥയും
അതിനെ അറിയുന്ന അവസ്ഥ. അത് രണ്ടായിട്ട് നിൽക്കുന്നില്ല ആത്മാവ്. എല്ലാം നിത്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഈ അനുഭവങ്ങളെല്ലാം കേവലമായി അനുഭവ സ്വരൂപം അല്ലെങ്കിൽ അറിവിൻ്റെ സ്വരൂപം എല്ലാം അറിവായിട്ടല്ലേ നിൽക്കുന്നത്, ഉണ്ട് എന്നല്ലേ അറിയുന്നത്. ഇല്ലായ്മയെപ്പോഴും ഇല്ല എന്നത് ഞാൻ അറിയുകയല്ലേ ചെയ്യുന്നത്, ആ ഇല്ലായ്മയുടെ ഉണ്മ അറിയുകയല്ലേ ചെയ്യുന്നത്. ഒന്ന് വ്യക്തമായി ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ അറിവ് എന്നുള്ളത് ഏത് വിഷയമായാലും, അത് വിഷയത്തിൻ്റെ അനുഭവം അറിവായ പോലും ആ അറിവ് എന്നുള്ളത് അപരോക്ഷം തന്നെയാണ് നിത്യം. എന്നിരിക്കെ എൻ്റെ സ്വരൂപ സത്യം അറിവായിരിക്കെ, സത്യമായിരിക്കെ, ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം അനുഭവം ഉണ്ട് ഉണ്മ എന്നുള്ള അറിയുന്ന ഈ ജഗത്തിൻ്റെ അറിവ് എന്നുള്ളത് നിത്യ അപരോക്ഷമല്ല, അപരോക്ഷം തന്നെയാണ്, നിത്യ അപരോക്ഷം. അതിനെ നമ്മളിനി അപരോക്ഷമായി വിഷയങ്ങളെ അറിയാനായിക്കൊണ്ട് പ്രവർത്തികളും നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ആനയെ കാണണം, അല്ല ആനയെ കാണാൻ വേണ്ടി കണ്ണു തുറന്ന് നോക്കണം. ആത്മാവിൻ്റെ വിഷയത്തിൽ അതില്ല. ശ്രവിക്കുന്നു, ഞാൻ ഇന്നതാണെന്ന് ആ സത്യത്തെക്കുറിച്ച് ബോധിക്കുന്നത് തന്നെയാണ് അപരോക്ഷാനുഭൂതി. അതിന് ആ അപരോക്ഷാനുഭൂതി എന്തുകൊണ്ട് ശരിയായിട്ട് നമ്മുടെ ഇല്ല പറഞ്ഞാൽ അതിൽ വരുന്ന ജ്ഞാനത്തിൽ, അതായത് ആത്മജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ, ഞാൻ എന്നെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ അതിലുണ്ടാകുന്ന ദോഷങ്ങൾ, അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളാണ് മാറുന്നതാണ് വ്യക്തത, അപരോക്ഷത എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനെ സംശയത്തോടെ അറിഞ്ഞാലും സംശയമല്ലാതെ അറിഞ്ഞാലും ആത്മാവ് എപ്പോഴും നിത്യം അപരോക്ഷം തന്നെയാണ്. സത്ത് ചിത്ത് ആനന്ദ സ്വരൂപം തന്നെയാണ്. നമ്മുടെ സ്വരൂപം പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വരൂപമായി ഈ ജഗത്തിന്, അത് ഈ ജഗത്ത് എന്ന് പറയുമ്പോൾ ഞാനും എല്ലാം പെട്ടു, അതിന് അപരോക്ഷമായിട്ടാണ് ആത്മാവ് എപ്പോഴും ഉള്ളത്. അറിയാതെ ആരും ഇരിക്കുന്നില്ല. നമ്മളതിനെ ശ്രവണം കൊണ്ടോ ഗുരുവാക്യം കൊണ്ടോ വായന കൊണ്ടോ മനസ്സിലാക്കിയില്ലെങ്കിലും എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരൻ്റെ തത്വത്തെ, ആത്മതത്വത്തെ, ഈശ്വരനെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ അറിയുന്നത്. ഈശ്വരനല്ല അവിടെ മറ്റൊന്നും ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ജഗത്തിനെ ഞാൻ അറിയുന്നു, അത് ഒരു വിഷയമായാലും അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ചിന്തകളായാലും എന്നെ തന്നെ ആയാലും ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട് എന്നുള്ള അറിവിൽ അപരോക്ഷമായിട്ട് സത്ത് ചിത്താനന്ദമായി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് അതിനെയാണ്. ഒന്നതിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതിലൂടെ ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ഒന്നുകൂടി കേട്ട് അതിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത്. അതിന് ഒരിക്കലും അഭാവം എന്നുള്ളത് ഇല്ല. അതാണ് നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ എന്നുള്ള ആ ശ്ലോകത്തിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അസത്തായിരിക്കുന്നത് എന്താണ്? ഈ വസ്തു വിഷയങ്ങൾ നാമരൂപദേശാദികളാണ്. നാമവും രൂപവും ഒക്കെ കാണുന്നത്, ഇതിനെല്ലാം മാറ്റങ്ങൾ വരും അല്ലേ? ഇപ്പോൾ കണ്ണാടിയിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അത് കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു. കണ്ണാടിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അതിലുണ്ടാകുന്ന വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സിനിമാ തിയേറ്ററിലെ സ്ക്രീനിൽ വിഷയങ്ങളെല്ലാം മാറുന്നു, തിയേറ്ററിൻ്റെ സ്ക്രീനിന് യാതൊരു മാറ്റവുമില്ല. അത് സ്ക്രീൻ തന്നെയായിരുന്നു. ഇവിടെ കണ്ണാടി തന്നെയായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം നോക്കുമ്പോൾ സ്വർണം വളയായോ മാലയായോ കമ്മലായോ മറ്റ് ഏത് ആഭരണങ്ങളായിരുന്നാലും ആ നാമരൂപങ്ങളെല്ലാം, ആ രൂപം കൊടുത്തത് പോലും സ്വർണം തന്നെ. സ്വർണം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ രൂപം എവിടെ? ഇല്ല. കാരണം ആ രൂപമായിരുന്നതും സ്വർണം തന്നെ, തിരയായിരുന്നതും വെള്ളം തന്നെ, തിര ഇല്ലാതിരിക്കുമ്പോഴും അത് ആ വെള്ളം തന്നെയാണ്. തിര പോയി വെള്ളത്തിലേക്ക് അലിയുകയൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഈ നാമരൂപങ്ങൾ ഇവിടെ ഇങ്ങനെ മാറിയും വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ അതിൽ സത്യം പറയുന്നത് എന്താണ്? പരമാർത്ഥ സത്യം എന്താണ്? ഈ പോകുന്നു മാറുന്നു എന്നൊക്കെ പറയുന്നത് വിഷയങ്ങളാണ്. പക്ഷെ പരമാർത്ഥ ദൃഷ്ടിയിൽ എന്തെങ്കിലും പോവുകയോ വരികയോ ചെയ്തിട്ടുണ്ടോ? സ്വർണം വളയായി പരിണമിച്ചിട്ടുണ്ടോ? ജലം തിരയായി പരിണമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇവിടെ ഈ പ്രതീതമായി ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതെല്ലാം ആ സത്യവസ്തു തന്നെയല്ലേ? അതുകൊണ്ടല്ലേ നാരായണമിതം സർവം ഖലു ഇതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മം തന്നെ. ഇഹ നാനാസ്തി കിഞ്ചന, ഇവിടെ നാനാത്വം എന്നുള്ളത് ഇല്ല എന്ന് പറയുന്നത്. ഇങ്ങനെ അതിനെ മനസ്സിലാക്കൂ എന്നതായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ഇനിയും നമ്മുടെ വ്യക്തതയ്ക്കായിട്ട് പല രീതിയിലും നമ്മുടെ ചർച്ചകൾ വരും. എങ്കിൽ കൂടി ഇതൊന്നുകൂടി കേൾക്കാൻ താല്പര്യപ്പെട്ടുകൊള്ളുന്നു. നമുക്ക് ഇനിയും ഇതിലേക്ക് വ്യക്തത വരികയാണ്. ശ്രവണ മനനാദികൾ കൊണ്ട് ചെയ്യേണ്ടത് അതുതന്നെയാണ് നമ്മുടെ അദ്വൈത ദർശനത്തിലെ മുഖ്യ സാധനയും. നമസ്കാരം.